സുന്ദരിക്കുട്ടി, നിന്റെ മുടിയുടെ കോലം തന്നെ ഒന്ന് കണ്ണാടിയിൽ പോയി നോക്കി. കാപ്പിരികളെ പോലെയുണ്ട്. നിന്നെ കണ്ടാൽ തന്നെ കുട്ടി പേടിച്ച് കരയാൻ തുടങ്ങും. നിന്റെ ഒരു സൗന്ദര്യം. എന്നോട് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, കുളിച്ച് ഫ്രഷ് ആയിട്ട് കാശിനെ വന്ന് എടുത്തോണ്ട് ദേവാന്ന്. അപ്പൊ ഞാൻ കുളിച്ച് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ഞാൻ കാശിനെ എടുക്കാൻ പോവാ. അമ്മ പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര ദിവസമായിന്ന് അറിയോ എന്റെ കാശിക്കുട്ടനെ ഞാനൊന്ന് തൊട്ട് നോക്കിയിട്ട്. കാശിക്കുട്ടാ, ചേച്ചിയുടെ പൊന്നേടെ, ചേച്ചിനെ കാണാനിട്ട് സങ്കടായിഞ്ഞോ കാശിക്ക്? ിന്റെ ഒരു പൊന്നരിക്കലും ഒലിപ്പിക്കലും കണ്ടിട്ട് ഭ്രാന്താകുന്നു. അത് നിർത്തുന്നുണ്ടാടി. അസത്ത് ഇവിടെ ഇല്ലാതിരുന്ന ദിവസം ഒരു സമാധാനം ഉണ്ടായിരുന്നു. അമ്മമ്മ എന്തൊക്കെയോ പെറുപെറുക്കുന്നുണ്ടല്ലോ. അതൊന്നും സാരമില്ല. കാശിക്ക് ഞാന് ഒരു സർപ്രൈസ് കണ്ടുവന്നിട്ടുണ്ട്. ആദ്യം ചേച്ചി കാശിനെ ഒരേ സമയം എടുത്ത് നോക്കട്ടെ. ചേച്ചിയുടെ മടിയിൽ കാശിക്കുട്ട ഇരിക്കുമ്പോ കരയുന്നില്ലല്ലോ. ചേച്ചിയുടെ മുത്ത് കാശിക്കുട്ടനാണോ ഇത്? ആദ്യമൊക്കെ ദേവിക്ക് ഒലിവേ ഒലിവേന്ന് പറഞ്ഞോണ്ടൊരു നടത്തായിരുന്നു. ഇപ്പൊ ഒലിവും വേണ്ട, ഒന്നും വേണ്ട, വെറും കാശി മാത്രം മതി. ഒലിവിനെ വേണോ, ഒലിവിനെ വേണോ? കാശി ചെറിയ കുട്ടിയല്ലേ. കാശിനെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ. കാണാൻ കൊതിയായിട്ട് വയ്യായിരുന്നു ഒലിവേ. പിന്നെ ഹോസ്പിറ്റലിൽ കുറേ ദിവസം നിന്നിട്ട് ഞാൻ കാശിനെ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് കാശിനെ കാണാനിട്ട് സങ്കടായിരുന്നു ഒലിവേ. ഒലിവിനെ എനിക്ക് ഇഷ്ടമാ. ഒലിവ് എന്റെ ഒലിവാണ്. ഒലിവ് സ്കൂളിൽ പോയിട്ട് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിനോ എനിക്ക് സുഖമില്ലാന്ന്. അതെ, കാശിക്കുട്ടയുടെ അടുത്ത് പോയിട്ട് ഇപ്പൊ വരാട്ടോ. അവന് കിടക്കുന്നത് കണ്ടോ? സർപ്രൈസ് നോക്കി കിടക്കുക കള്ളന്. ഇങ്ങ് വാടാ. നോക്കിക്കേ, ഈ ചേച്ചി കൊണ്ടുവന്ന കാശിക്കുട്ടനുള്ള സർപ്രൈസ് നോക്കിക്കേ. കാശിക്കുട്ടനെ പോലത്തെ ഒരു ബേബി. കാശിക്കുട്ടന് അവരുടെ കൂടെ കളിക്കാട്ടോ. ഇവൾക്ക് എന്താ ഹോസ്പിറ്റലെന്നും പറഞ്ഞ് പോയിട്ട് എന്റെ കൊച്ചിന്റെ പൈസ കുറെ നശിപ്പിക്കാനായിട്ട്. അമ്മമ്മ പറയുന്നതൊന്നും കേട്ടന്നെ വേണ്ടട്ടോ കാശിക്കുട്ടാ. ഈ അമ്മമ്മക്ക് എന്താണ്? ഇയാള് ചെറിയ കൊച്ചല്ലേ. അവളെ ഇട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോന്നും പറയരുതെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. നീ എവിടെ മിണ്ടാതിരുന്നോടാ. കൊച്ചുവായിൽ വലിയ വർത്താനം പറയണ്ട. ചേച്ചി കണ്ടുവന്ന കളിക്കാപ്പ് ഇഷ്ടമായില്ലേ? പേടിച്ച് കരയുന്നേ അമ്മ കണ്ടല്ലോ. ദേവാ, ഇത് ശരിക്കും വർക്കാകുന്നില്ലല്ലോ. എന്തോ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് നോക്കിയപ്പോഴൊക്കെ നല്ലതായിരുന്നല്ലോ. അത് സാരമില്ല, ഇനി വിഷമിക്കേണ്ട. നമുക്കിത് കാശിക്ക് ഇങ്ങനെ അങ്ങ് കളിക്കാൻ കൊടുക്കാം. അല്ലാതെ ഇപ്പൊ എന്തോ ചെയ്യാനാ. സാരമില്ല. കടയിന്ന് വാങ്ങിയപ്പോക്കെ നല്ലതായിരുന്നല്ലോ അമ്മേ. പിന്നെ എന്ത് പറ്റി എന്റെ കാശിക്ക്? ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന സാധനം ഇത് തന്നെത്താനെ മുട്ടത്തിയെന്ന കളിക്കോപ്പായിരുന്നു. കാശിക്കുട്ടനെ പോലെ മുട്ടത്തിയഞ്ഞ് കളിക്കുമായിരുന്നു. അത് എങ്ങനെ അമ്മേ കേട് വന്നേ? ഏത് പീടിയ കേറിയാലും ഇവൾക്ക് വേണ്ടാത്ത ഒരു മുതലുമില്ല. അതുപോലെ വാങ്ങിപ്പിച്ചതായിരിക്കും ഇവള്. അങ്ങനെ തന്നെ വേണം. ഒരു സാധനം നന്നാവരുത്. എനിക്ക് പുതിയത് വേണം.
ദേവയുടെ സ്വഭാവം ഒന്ന് മാറ്റാനായില്ലേ? എന്താ ഇങ്ങനെ?